ഹായ്. അപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ? എന്നിട്ട് എവിടെയൊക്കെ പോയി? വല്ല പ്ലാൻസൊക്കെ ഉണ്ടോ? ട്രിപ്പിംഗ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ? പൊതുവേ സാധാരണഗതിയിലൊക്കെ നമ്മൾ വെക്കേഷനിൽ പ്ലാനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അല്ലേ? പക്ഷേ സത്യം പറയട്ടെ, ഇപ്രാവശ്യത്തെ എൻ്റെ വെക്കേഷനിൽ ഒരു പ്ലാൻ പരിപാടി നടക്കും തോന്നുന്നില്ല. വേറെ ഒന്നുമല്ല, കാരണം ചൂട്, വെയിൽ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. സോ ഐ തിങ്ക് കേരളം മൊത്തം ഏകദേശം ഇപ്പോൾ തന്നെയാണ് അവസ്ഥ. ചൂടുകൊണ്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. മറ്റേ നമ്മൾ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യാൻ പോകുന്നു, ചുമ്മാ കോഫി ഷോപ്പ് പോകുന്നു, റൈറ്റ്? പക്ഷെ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ലോക്ക്ഡൗൺ പോലെയാണ്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആകെ പുറത്തേക്ക് ഒന്ന് വൈകുന്നേരങ്ങളിലാണ് ഇറങ്ങുന്നത്. അതുപോലെ രാവിലെ ഒരു 9 മണി തൊട്ട് വെയിലാണ്, പിന്നെ അൺസഹിക്കബിൾ വെയിൽ എന്നൊക്കെ വേണമെച്ചാൽ പറയാം. അപ്പം നമ്മൾ എന്തായാലും വെക്കേഷനാണ്, ചൂടാണ്, വീട്ടിൽ തന്നെ ഇരിപ്പാണ് അല്ലേ? അപ്പോൾ മെയിൻ പരിപാടി നമുക്ക് സ്ക്രോളിംഗ് ഒക്കെ തന്നെ ആയിരിക്കും. സോ ഞാൻ വിചാരിച്ചു, അപ്പം എന്നാൽ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യുവാണല്ലോ. സോ കുറച്ച് ഹോട്ട് ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഈ നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത അസഹനീയമായ ഈ ചൂടിനെക്കുറിച്ച് ഒരു വീഡിയോ ആയാലോ? ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോട്ട് വെതർ ഓർ ക്ലൈമറ്റ്, അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഡ്വാൻസ്ഡ് യൂസേജസ് ആണ്. ഓക്കെ, ലൈക്ക് വെറുതെ ഇങ്ങനെ ഹോട്ട് ക്ലൈമറ്റ്, ഹോട്ട് വെതർ എന്ന് പറയുന്നതിൻ്റെ പകരം നമുക്ക് ഏതൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ കുറേ എണ്ണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും കേട്ടോ, ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഉണ്ട്, അങ്ങനത്തെ വാക്കുകളാണ്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇതാണ്. നമ്മൾ പുറത്തേക്ക് പോയി വെയിലത്ത് കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല അല്ലേ? അമ്മാതിരി വെയിലായിരിക്കും. ഇടയ്ക്ക് നമ്മളൊന്ന് വല്ല കടയിലും കയറി നിൽക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ തണലുണ്ടോ നോക്കും, റൈറ്റ്? അങ്ങനത്തെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജാണ് ദ സൺ ഇസ് ബീറ്റിംഗ് ഡൗൺ ഓൺ മീ. ചൂട്, സൂര്യൻ ഇങ്ങനെ അടിച്ചിറങ്ങുകയാണ് എൻ്റെ മേത്തേക്ക്. ഓക്കെ, സോ ദ സൺ ഇസ് ബീറ്റിംഗ് ഡൗൺ ഓൺ മീ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു കൂടെ നടന്നു കഴിഞ്ഞ് വന്ന് നമ്മൾ വീട്ടിലെത്തി ഫാൻ ഇട്ടിട്ട് ഒന്ന് ഫാനിൻ്റെ ചുവട്ടിൽ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്, നമ്മളാണ് പുറത്തു പോയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അവരോട് നമുക്ക് എന്ത് പറയാം? നമ്മൾ പുറത്ത് പോയിട്ട് എന്താ പറയുക? അമ്മോ, സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ, റൈറ്റ്? ആ സമയത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് ഇറ്റ് ഈസ് എ ഹോട്ട് വൺ ഔട്ട് ദെയർ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, പുറത്ത് ഭയങ്കര ചൂടാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ അമ്മമാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്താണ്, അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ഫുൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്ത് പറയുക? അടുക്കളയിൽ നിന്ന് കുറേ നേരം നിൽക്കില്ല കേട്ടോ, വെന്ത് പോവാണ്, റൈറ്റ്? അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കേതാ? ഇറ്റ്സ് എ റിയൽ കുക്കർ. ഇറ്റ്സ് എ റിയൽ കുക്കർ, യു വിൽ ഗെറ്റ് കുക്ക്ഡ്. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പുറത്ത് പോകണമെന്നൊന്നുമില്ല. ഓക്കെ, റൂമിൽ തന്നെയോ അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഉള്ളിൽ കൂടെ നടന്ന് വന്നാൽ തന്നെ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ തന്നെ എന്താണ്, നമ്മൾ ഫുൾ വേർത്തിട്ടുണ്ടായിരിക്കും അല്ലേ? സോ വേർത്ത് കുളിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്, റൈറ്റ്? അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് ഐ ആം സ്വെറ്റിംഗ് ബക്കറ്റ്സ്. ബക്കറ്റ് കണക്കിന് വേർത്തൊഴുക്കുകയാണ്. ഐ ആം സ്വെറ്റിംഗ് ബക്കറ്റ്സ്. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ തമാശയായിട്ട് ഇടയ്ക്ക് പറയാറുണ്ട് അല്ലേ, എമ്മാതിരി ചൂടാണ്, മുട്ടയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓംലെറ്റൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം റോഡ് സൈഡിൽ ഇട്ട് കഴിഞ്ഞിട്ട്. ചില വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? സോ അതിനെയും നമുക്ക് യൂസ് ചെയ്യാം. എന്താ പറയാൻ പറ്റുക? ഇറ്റ്സ് സോ ഹോട്ട് ദാറ്റ് യു കുഡ് ഫ്രൈ ആൻ എഗ് ഓൺ ദ സൈഡ് വാക്ക്. ഓക്കെ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുക്കർ, ഇറ്റ്സ് എ റിയൽ കുക്കർ, റൈറ്റ്? അതേപോലെ തന്നെ അടുക്കളയുമായി കണക്ട് ചെയ്ത്, കിച്ചണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ യൂസേജസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് യൂസേജസ് ആണ് ഐ എം ബോയിലിംഗ് അപ്പ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, it's I am boiling up. Okay, then you can say it's baking hot. അതേപോലെ നമ്മളിങ്ങനെ ചിലപ്പോൾ ജനൽ തുറന്നിട്ടോ അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടൊക്കെ പുറത്തേക്ക് നോക്കും. അപ്പോൾ ഇങ്ങനെ ചൂട് കാറ്റിങ്ങനെ വരുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇറ്റ്സ് ലൈക്ക് ആൻ അവൻ ഔട്ട് ദെയർ. ഓക്കെ, സോ കുറച്ച് ടേംസ് ആൻഡ് ഫ്രേസസ് കിട്ടിയാലോ. അപ്പോൾ ഇനി ഈ ചൂടത്ത് പുറത്തു പോകുന്ന സമയത്ത് ഫ്രണ്ട്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മയോട് സംസാരിക്കാനോ അച്ഛനോട് സംസാരിക്കാനോ ഒക്കെ ആയിട്ട് ഈ വേർഡ്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഓഫ് കോഴ്സ് ഇൻക്രീസസ്, റൈറ്റ്? സോ ട്രൈ ചെയ്ത് നോക്കുക. വിൽ മീറ്റ് വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.